എൻ്റെ ഏറ്റവും വലിയ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലിവർപൂളിൽ വരുന്ന ഒരു കളിയാണ്. ഏറ്റവും വലിയ ഫോമില് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോ ക്യാരക്ടേഴ്സിന്റെയും ട്രാജഡികൾ സംഭവിക്കുന്നത്. നമ്മുടെ ഗില്ലാപ്പി അവന്റെ മരണം വല്ലാത്ത ട്രാജഡി. ഹൊറർ പടങ്ങൾ കാണാൻ ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ് ഞാൻ. ഭയങ്കര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേടിയുള്ള മനുഷ്യനാണ്. എനിക്ക് ലൗഡ് നോയ്സ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേ ജംപ് സ്കെയർ പരിപാടി സമയത്ത് ഉറപ്പായിട്ടും മറ്റേ കണ്ണടച്ചിരുന്ന് കാണുന്ന കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തി. എന്റെ പൊന്നെ ഒരു സാധാരണ എന്താ പറയുക, എനിക്ക് ലൈഫിൽ അടുത്തത് മാർക്കായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന റോക്കറ്റിന് ചാടും. ആരും ചെയ്യാത്ത പിന്നെന്താടാ പറ്റിയ വെറൈറ്റി ആണ്. ആദ്യത്തെ സീക്വൻസ് ചെയ്തപ്പോ വിക്കനായിട്ട് അഭിനയിച്ചപ്പോ ഞാൻ പാക്കേജ് വന്നിട്ട് ഉല്ലാസന്റെ അടുത്താണ്, എനിക്ക് ഓർമ്മയില്ല, ലുക്കൊന്ന് ശരിക്കും വിക്കുള്ളതാണോ അതവൻ അഭിനയിക്കുന്നത്? ഇത് ഞാൻ കണ്ട ആളല്ല. ഇതൊക്കെ നമ്മുടെ സുഷൻ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ സീനെ മാറുന്ന പോലത്തെ മറ്റൊരു സീൻ മാറ്റുന്ന പടമാണ് അഞ്ചുകള്ള കോക്കാൻ. എനിക്കിപ്പോഴാ പേര് ഇന്ന് ഞാൻ അഞ്ചുകള്ള കോക്കാൻ അഞ്ചുകള്ള കോക്കാൻ അഞ്ചുകള്ള കോക്കാൻ അഞ്ചുകള്ള കോക്കാൻ അഞ്ചുകള്ള കോക്കാൻ അഞ്ചക്കള്ള കോക്കാൻ അഞ്ചക്കള്ള കോക്കാൻ അഞ്ചക്കള്ള കോക്കാൻ അഞ്ചക്കള്ള കോക്കാൻ അഞ്ചക്കള്ള കോക്കാൻ അഞ്ചക്കള്ള കോക്കാൻ ഒരു വിധത്തിൽ ഒപ്പിച്ച് അഞ്ചുകള്ള കോക്കാൻ തന്നെയാണ് ഉറപ്പിച്ച്. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ NBR. അഞ്ചുകള്ള കോക്കാൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോട് ചേരുന്നു മെറിൻ. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ NBR. അഞ്ചുകള്ള കോക്കാൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് നമ്മളോട് ചേരുന്നു മെറിൻ ജോസും, മെറിൻ ഫിലിപ്പ് ആൻഡ് പ്രവീൺ. 3 പേർക്ക് നമസ്കാരം. അപ്പം ഏറ്റവും പുതിയ വിശേഷം അഞ്ചുകള്ള കോക്കാൻ അല്ലേ? അഞ്ചക്കള്ള കോക്കാൻ പേര് കുറച്ച് കടുകട്ടിയാണ്. അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണല്ലേ, ഇന്ന് സിനിമ റിലീസായി. അപ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? നല്ല വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. മൊത്തം എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. രാവിലെ തിയേറ്ററിൽ പ്രേക്ഷകരായിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എത്രത്തോളം എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ ഗുലാപ്പി ബോയ്സിനെയാണ് കുറച്ചുകൂടെ. ഗില്ലാപ്പികളാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ സിനിമ കണ്ട ഓഡിയൻസിനെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. ഈ രണ്ടുപേരാണ് എന്റെ അടുത്തിരിക്കുന്നത്. ഞാൻ കേട്ട് പോയി അവരോട് സംസാരിക്കുമ്പോൾ ഒരു വാക്കും ഉണ്ടത്, അവർ പെർഫോമൻസിലാണ് നിൽക്കുന്നത് തോന്നുന്നു. ക്യാരക്ടർ എന്നാലേ നിൽക്കത്തുള്ളൂ. ആറ്റിറ്റ്യൂഡ് മൊത്തം ഞങ്ങൾ കഥാപാത്രം കിട്ടി കഴിയുമ്പോൾ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമ? ഇങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടിയപ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നത് എന്തായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ചെയ്യണമെന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെന്താ പറയാ, ക്യാരക്ടർ പ്രവീണിലേക്ക് വരുന്നത് അത് ഉല്ലാസേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്നെ ഒരു കുറച്ചധികം കാലം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ട്, പടമുണ്ട്, നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വലിയ ഡീറ്റെയിലോ പരിപാടികളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നൊരു ഷൂട്ടിങ് ഒരു 1.5 മാസം മുന്നേ 1-2 മാസം മുന്നേ വിളിക്കുന്നു, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നു, പരിപാടിയൊക്കെ ചെയ്യുന്നു. പിന്നെ നേരെ ഷൂട്ട് തന്നെയായിരുന്നു. ഷൂട്ടിങ്ങിലേക്ക് ഇറങ്ങിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയിലെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വലിയൊരു ക്രൂ തന്നെയായിരുന്നു, എന്നാൽ കുറെ പുതുമുഖങ്ങളും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും പ്രേക്ഷകരെ പോലെയും ഇവരെല്ലാവരെയും പോലെ ആദ്യമായിട്ടാണ് സിനിമ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വന്ന് പറയുമ്പോഴേ ഞാൻ ഉല്ലാസേട്ടൻ്റെ അടുത്ത് ഒന്നും നോക്കാണ്ട് ഞാൻ കണ്ണടച്ച് ഞാനുണ്ട്, എന്നെ മാറ്റരുത്, ഞാൻ ചെയ്തോളാം. അപ്പം മേക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തികച്ചും ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ മലയാള സിനിമയിൽ ഒരു അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര വലിയ ഹാപ്പിനെസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി. അടിപൊളി. ഒറ്റവാക്കി തന്നെ വിളിച്ചു പറഞ്ഞു മുടി നാടി വെട്ടരുത് തോന്നുന്നു. രണ്ടീനാളിന് പറഞ്ഞു ഒരു പരിപാടി നമുക്ക് പിടിക്കാം. പിന്നെ വന്ന് ചെയ്തു. വരിക ചെയ്യാ, നമ്മളൊക്കെ അങ്ങനെ ഡയലോഗ് അല്ല വരാൻ പറയും, വരിക ചെയ്യാ, അടുത്ത പരിപാടിയുള്ളൂ. അല്ലെങ്കിൽ ഈ വില്ലന്മാരൊക്കെ പൊതുവെ നമ്മളെ സിനിമയിൽ കാണുമ്പോ മറ്റേ വെറുത്തു, പക്ഷെ ജീവിതത്തിൽ കാണുമ്പോ അവരായിരിക്കും ഏറ്റവും ഗുണ്ടകള് പാവങ്ങളാണ്.
അതെ, പ്രവീൺ ചേട്ടൻ മെറിൻ ബ്രോയുടെ ആണെങ്കിലും ശരി, ഫസ്റ്റ് നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ മലയാളികൾക്ക് 2 സിനിമകളാണ് വരുന്നത്. ബ്രോയുടെ ആണ് കമ്മട്ടിപ്പാടം, ബ്രോയുടെ ആണ് അങ്കമാലി ഡയറീസ്. ഇപ്പോഴും പ്രേക്ഷകർ അങ്ങനെ തിരിച്ചറിയാറുണ്ടോ? അങ്ങനെ തിരിച്ചറിയണം, അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് അങ്ങനെ പടങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. കുറച്ച് പടം ഞാൻ ഇമെയിൽ ചെയ്തു, ജല്ലിക്കെട്ട് ചെയ്തു, വെയിൽ ചെയ്തു. അല്ല, ചെയ്ത ആ കഥാപാത്രം നോട്ടം, നമ്മൾ ചെയ്യുന്ന കഥാപാത്രം അതേപോലെ ഒന്ന് കൊളുത്തുക, ഹുക്ക് ചെയ്യുന്ന പറഞ്ഞ ഇതുണ്ടല്ലോ, അതേപോലെ ഹുക്ക് ചെയ്തൊരു കഥാപാത്രത്തിന് വേണ്ടി ഒരു എനിക്കൊന്ന് ചിലപ്പം ഈ സിനിമ കഴിയുമ്പോഴേക്കും അതങ്ങ് മാറുമായിരിക്കും. ഗില്ലാപ്പി ബോയ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ആയി മാറുമായിരിക്കും അല്ലേ? അപ്പം മെറിൻ, ഈ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മേക്കിംഗ് ആണ്. മേക്കിംഗ് അതിന്റെ കളർ ഗ്രേഡിങ്, ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും തിയേറ്ററിൽ നിന്നിട്ടപ്പം ഞാനിന്ന് കണ്ടായിരുന്നു, ശരിക്കും അമേസിങ് ആയൊരു ഫീലിംഗ് ആയിരുന്നു അത്. ഈ കഥ കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ കൊടുത്തി എന്താണ് ഇങ്ങനൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണെന്നൊരു ആദ്യം ഒരു ഊഹം കിട്ടി കാണത്തില്ലായിരിക്കില്ല. എന്താണ് ഫസ്റ്റ് ഹുക്ക് ചെയ്ത എലമെന്റ് എന്താണ്? ഇല്ല, ഉല്ലാസേട്ടൻ എന്നെ വിളിക്കുമ്പോഴും ചെമ്പോസ്കി പിക്ചേഴ്സ് എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു സെറ്റ് ഓഫ് സിനിമകളിലൊന്നാണ് ചുരുളി. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു അവരുടെ മേക്കിംഗ് ആ രീതിക്ക് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും ഒക്കെ വ്യത്യസ്തമായിട്ട് അഞ്ചക്കള്ളക്കോക്കാൻ്റെ മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ വരെ ഞെട്ടിച്ച് കളഞ്ഞ എന്താ പറയുക ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക്, എക്സ്പീരിയൻസും കാര്യങ്ങളും. സോ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, പ്രകടനം സഹായിക്കും. അല്ല, ഉല്ലാസേട്ടന്റെ ഫസ്റ്റ് പടമാണല്ലോ ഇത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡയറക്ടർ? എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലൊക്കെ? എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഇങ്ങനത്തെ ശരിക്കും പറയാ തിയേറ്റർ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യം പറയാം, ഇത് ആൾ ചെയ്ത ഫസ്റ്റ് പടം എന്ന് പറയത്തില്ല, ആ ലെവല്. എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ? എങ്ങനെ സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? ഉല്ലാസേട്ടൻ ഒരു ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഉല്ലാസേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉല്ലാസേട്ടൻ ഇങ്ങനെ സംവിധായകനാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡേ ഇല്ല. ഉല്ലാസേട്ടൻ്റെ അടുത്ത് ഒരു 10 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ നമുക്കത് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഉല്ലാസേട്ടൻ മറ്റേ തട്ടി വിടും. അല്ലാണ്ട് ഒന്ന് തുറന്ന് സംസാരിക്കുക അങ്ങനത്തെ ഒരു ഇതുമില്ല. ഞാൻ ഉല്ലാസേട്ടനെ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, അത് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ. പക്ഷെ എനിക്ക് ഉല്ലാസേട്ടനെ ഇതിനു മുന്നേ അറിയാം, പുള്ളിക്കാരൻ അങ്കമാലി ഡയറീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പൻചേട്ടൻ ഒരു ടീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. ആദ്യത്തെ കോൾ വരുമ്പോൾ തന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, രണ്ടും കൽപ്പിച്ച് സ്ക്രിപ്റ്റിന് മുന്നേ തന്നെ ഞാൻ ഇവരാണെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാന്നൊക്കെ. അങ്ങനെ തോന്നുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളല്ലേ, കുറച്ച് ടീമുകളെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇവരുടെ ഒരു വർക്ക് ഒന്ന് പാസിംഗ് റോൾ ആണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ചുള്ളൂ. അപ്പൊ ഇനി അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ ടീമിന്റെ വർക്ക് ചെയ്യണം? അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, സമയം പോലെ ആ ഒരു എന്റെ ഹാപ്പിനെസ് പൊട്ടിക്കേണ്ട ഒരു സമയം ആകുമ്പോഴത്തേക്കും അത് ഇതുപോലെ ഞാൻ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചെമ്പോസ്കിയുടെ കൂടെ അല്ലെങ്കിൽ ആഷിഖ് കപൂർ സാറിന്റെ കൂടെ ഒക്കെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു സ്വപ്നം വരുന്നുണ്ടോ? അവസാനം നിങ്ങൾക്കില്ലേ അപ്പൊ അതുപോലെ ചെമ്പോസ്കിയുടെ ഒക്കെ ഒരു ഭാഗമാവണം ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്ന് സിനിമകളൊക്കെ കാണുമ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം വരും. അപ്പൊ അതുപോലെയാണ് ഒരു സർപ്രൈസ് പോലെ എന്നെ ഉല്ലാസേട്ടൻ വിളിക്കുന്നത്. അത് നടന്നു. അതെ. അപ്പൊ നമ്മുടെ ഗില്ലാപ്പി ബോയ്സിനോട് ചോദിക്കാം, അതപ്പോ ഈ സിനിമയില് നിങ്ങൾ വരുന്ന ഒരു വരുന്ന തൊട്ടുള്ള ഒരു ബിജിഎമ്മും നിങ്ങളുടെ ആക്ഷൻസും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ബ്രോയുടെ ഡാൻസിങ് വെച്ച് ആടി അതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തായിരുന്നു? ഉല്ലാസേട്ടൻ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആയിരുന്നോ? അല്ല, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡാൻസ് ഒരു മൂവ്മെന്റ് ഉണ്ടാവും, മൂവ്മെന്റിലാണ് ആശാൻ നടക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നിനക്ക് എന്താ തോന്നുന്ന ആ അവസ്ഥയിൽ ചെയ്ത് പിടിച്ചോളാൻ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു. അത് പിന്നെ നമ്മുടെ പാട്ടിന്റെ സമയത്ത് മാത്രമാണ് നമുക്ക് മറ്റേ കൊറിയോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്ന സാധനം. അതും അവരും മറ്റേ ഇങ്ങനെ നമുക്ക് എലമെന്റ്സ് ഇങ്ങനെ ചെയ്ത് തരുമായിരുന്നു, എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു സാധനം കാണിച്ചു തന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ചെയ്തോ എന്നുള്ള അവസ്ഥയായിരുന്നു. ശരിക്കും അല്ല, ശരിക്കും പ്രൊഫഷണലായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. ഡാൻസ് ചെയ്യാ അടിക്കുക വേറെ ലെവല്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ആ ഷാപ്പിൽ ഉണ്ടാവുന്ന എന്റെ ദൈവം എന്താ ആള് സൈക്കോ തിരിച്ചുണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ പല ആർട്ടിസ്റ്റുകളും ഇതേപോലത്തെ ഒരു കഥാപാത്രം കിട്ടാനായിട്ട്, കാരണം നോട്ടബിൾ ആവാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ ഇത് അത്രയും പ്രേക്ഷകരോട് ഇന്ന് കണ്ടപ്പോ അത് ഫീൽ കിട്ടിയോ? കിട്ടി. പക്ഷെ അതേ സമയത്ത് എനിക്ക് മറ്റേ പ്രശ്നം വിളിച്ചായിരുന്നു, അയ്യോ ഇത് കുറച്ചും കൂടി
കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നാക്കായിരുന്നു എന്നുള്ളൊരു സാധനമായിരുന്നു എല്ലാ സീനിന്റെ അകത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഏത് സിനിമ ചെയ്തത് അത് തന്നെയായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അപ്പം നോർമലി ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിന്റെ കളർ പാറ്റേൺ ഒക്കെ വളരെ ഇത് ട്രെയിലർ പോകുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഡബിൾ ബാരലുമായിട്ട് ആ ഒരു കളർ പാറ്റേൺ, അയ്യോബിന്റെ പുസ്തകം അവരുടെ കളർ പാറ്റേൺ ഒക്കെ ഉണ്ട്. ശരിക്കും അങ്ങനെ ഒരു കാലഘട്ടം പിടിക്കാനുള്ള ഒരു കാരണം എന്താന്ന് നോക്കിയിട്ടുണ്ടോ? അതൊക്കെ ഞാൻ എന്നെ അഭിനയിക്കാൻ വിളിച്ച് ഞാൻ അഭിനയിച്ചു. അപ്പൊ കഥാപാത്രത്തിലേക്ക് വരാം. ഇപ്പൊ ബ്രോ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായാലും ശരി, ഒരു ആള് എപ്പോഴും ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു, അങ്ങനെയാണോ? എപ്പോഴും ചോദിച്ചില്ല എനിക്കൊരു പോസിറ്റീവ് കഥാപാത്രം ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. മെറിന് അങ്ങനെയാണ്. ഇപ്പം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കുറച്ചുകൂടെ നോട്ടബിൾ ആയിട്ടുള്ള, ഇതിനകത്ത് കുറച്ച് സ്പേസ് ഉള്ളെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴെങ്കിലും ലോക്ക് ചെയ്യണം എന്നൊക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും ഇതിലെ കഥാപാത്രങ്ങൾ ലുക്മാനുമായിട്ടുള്ള സീൻസ് ഒക്കെ കണ്ടപ്പം നമ്മൾ പ്രതീക്ഷിച്ചു ഇച്ചിരിയോടെ ഉണ്ടായി ഒരു ലുക്മാൻ്റെ ഹീറോയിൻ ആയിട്ടായിരിക്കും എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഇതൊന്നും അല്ല, വേറെ ലെവൽ ഓഫ് കഥാപാത്രമായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന കുറച്ച് മുമ്പ് പറഞ്ഞ ഇന്ന ടീമിനോട് വർക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളായിരിക്കണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഈ പറഞ്ഞ കണക്ക് എന്നും ഒരേ രീതിക്ക് തന്നെയുള്ള സ്ക്രിപ്റ്റ് വരരുതേ എന്ന് ആഗ്രഹിക്കും. പിന്നെ ഈ പറയുന്ന കണക്ക് എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്തല്ല, ഞങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ എനിക്ക് സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ക്യാരക്ടറും എന്താ ഒരു ഒരു നല്ല സിനിമയിൽ ഞാൻ തള്ളപ്പെട്ടു പോകത്തില്ല, എന്നാലും ഞാൻ ആ സ്ക്രീനിൽ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയതും. പിന്നെ കരിയർ വൈസ് നോക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ കൂടെ അതും ഒരു സക്സസ് ആവാം എന്ന് എൻ്റെ മനസ്സിൽ നമുക്ക് എല്ലാവരിലേക്കും അത് തോന്നത്തില്ല. ഇന്ന പ്രോജക്റ്റുകൾ വരുമ്പോൾ നമുക്കൊരു ഷോർട്ടായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു എലമെൻ്റ് ഉള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുന്ന രീതിക്ക് പവറുള്ള ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു മൂവി വരുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ ചെറുതാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഓഡിയൻസിലേക്ക് അത് എത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അത് ചെയ്ത് ഫലിപ്പിക്കണം എന്നുള്ള ഇതാണ്. അതിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രേക്ഷകരെല്ലാം നല്ല രീതിയിൽ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. കാരണം അത്രയും നല്ല റെസ്പോൺസ് ആയിരുന്നു ഇന്ന് തിയേറ്ററിൽ നിന്ന് നമ്മൾ കണ്ടത്. അത്രയും നമ്മൾ അത്രയും എനിക്കൊന്ന് സിനിമകളുടെ ഒരു വസന്തകാലമാണ് ഇപ്പോൾ. തൊടുന്നതെല്ലാം പൊന്നായിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ ടിക്കറ്റ് പോലും കിട്ടാത്ത സിനിമകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശരിക്കും തിയേറ്റർ കുലുക്കിയ ഒരു സിനിമ തന്നെയാണെന്ന് പറയാല്ലേ? അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് OTT കാണുന്നതിനെക്കാട്ടിലും നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അഞ്ച് കള്ളക്കോക്കാൻ. ഇപ്പോൾ ഈ പറയുന്ന അങ്കമാലി ഡയറീസ് ആയാലും ലിജോ ജോസ് സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ എപ്പോഴും തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെയാണ്. അപ്പോൾ എല്ലാവരും പോയി അഞ്ച് കള്ളക്കോക്കാൻ തിയേറ്ററിൽ തന്നെ കാണണം. അതെ, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പം ഈ നോർമലി ചില പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ആർട്ടിസ്റ്റുമായിട്ട് ഇപ്പം ഇതിനകത്ത് ചെമ്പൻ ചേട്ടനും ലുക്മാൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. കാരണം വെച്ചാൽ അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലുള്ള ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാകും. എനിക്കിത് പറയാൻ സ്പോയിലറായി പോകും. അങ്ങനത്തെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊണ്ടുവരുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നേരിട്ട് ഉള്ള സെറ്റിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ട് അഭിനയിച്ച സമയത്ത്? ആദ്യം ഞാൻ നല്ല പേടിച്ച് നല്ല കുട്ടിയായിട്ടാണ് ഞാൻ ഇരുന്നത്. കാരണം എല്ലാവരും ഞാൻ ഒബ്സർവ് ചെയ്ത് ദൈവമേ സംസാരിക്കാൻ പറ്റും, ചെമ്പച്ചേട്ടൻ ദേഷ്യപ്പെടും, ഉല്ലാസേട്ടൻ ദേഷ്യപ്പെടും എന്നൊക്കെ ഞാൻ പേടിച്ചാണ് സെറ്റിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അങ്ങനൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ചെമ്പൻചേട്ടൻ ഭയങ്കര കൂളായിട്ട് മറ്റേ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട ചെമ്പൻചേട്ടൻ, ശരി എന്നാ ഞാൻ പോയിട്ട് അങ്ങനത്തെ രീതിക്ക്. പിന്നെ ഇവരുമായിട്ടൊന്നും എനിക്ക് സീക്വൻസ് ഉണ്ടായിട്ടില്ല, പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവലൊക്കെ ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടാ? അപ്പോൾ സിനിമയെ കാണുമ്പോൾ നമുക്ക് ഇവർ ഭയങ്കര വില്ലന്മാരായിട്ട് വേറെ സൈക്കോ മോഡിലുള്ളവരാ, പക്ഷെ റിയൽ ലൈഫിൽ കാണുമ്പോൾ പഞ്ചപാവങ്ങൾ. സെറ്റിലൊക്കെ എങ്ങനെയാണ് ഇവര്? ഞാൻ മെറിനുമായിട്ട് കുറെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. പ്രവീണിനെക്കാട്ടിലും മെറിനെ ഞാൻ കാണുന്ന സമയത്ത് അവന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എന്റെ മനസ്സിൽ ഒരു പ്രാവശ്യം പോലും പോയിട്ട് ഇത് സ്ക്രീനിൽ കിടന്ന് ചേട്ടിയോ? പിന്നില്ലാണ്ട് ഞാൻ പുറത്തിറങ്ങിയെന്ന് ആദ്യം ഇവനെ കണ്ടു. ഞാനിവനെ ആദ്യമായിട്ട് കാണുന്നത് കെട്ടിപ്പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് ഇവരുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സിനിമ നോട്ട് ചെയ്യുന്ന ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന ഇവരെ കുറിച്ചാണ് തോന്നുന്നത്. അതെ. അപ്പൊ പേടിയാണോ എക്സൈറ്റ്മെന്റ് ആണോ? അങ്ങനെ അതൊക്കെ ഇപ്പൊ അവന്മാർക്ക് അറിയാം, അവന്മാര് നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് വിനയം കുറച്ച് കൂടുതലിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ നോർമൽ കണ്ടുവരുന്നത് ഇപ്പൊ നിങ്ങളെ ഇനി ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ ചെമ്പോസ്കി പിക്ചേഴ്സ് വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഇതേപോലത്തെ ഒരു കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം? അത് വേറെ ലെവൽ വിളിച്ചാ പോയെന്നാണ് ആഗ്രഹം. വിളിച്ച ഞങ്ങള് ചെയ്തിരിക്കും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചെമ്പച്ചേട്ടനായിട്ട് ഇതിനു മുമ്പ്? ചെമ്മഞ്ഞാനൊക്കെ അറിയാം, ഉല്ലാസേട്ടനൊക്കെ അറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ട്? അടിപൊളി കൂട്ടുകാരന്മാര് പോലെ ചേട്ടന്മാര്. എപ്പോഴും ഞങ്ങള് അങ്ങനെ സിനിമയുടെ ഒന്നല്ല, അങ്ങനെ വീണ്ടും അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കുള്ളൂ. അല്ലാണ്ട് സിനിമയുടെ ഒന്നും അങ്ങനെ പറയാറൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ നമ്മുടെ എപ്പോഴും ഒരു ഫ്രീഡം ഉണ്ടാവും. ഇപ്പൊ ചില ആളുകളുണ്ടാവും നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫ്രീഡം. ബ്രോയ്ക്കോ? നേരത്തെ പറഞ്ഞായിരുന്നു ഞങ്ങള് ഇപ്പോ ഉല്ലാസ് ചേട്ടനാണെങ്കിലും പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ അത്ര സംസാരിച്ചിട്ടില്ല. ചെമ്പൻ ചേട്ടൻ്റെ അടുത്താണെങ്കിൽ ഞാൻ എന്തോ 2-3 വാക്കുകൾ എന്താണ് ഞങ്ങൾ മൊത്തം നേരത്ത് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പം അധികം എനിക്കറിയില്ല, സാധാരണ സിനിമ സെറ്റിൽ പോയേക്കണേക്കാളും വളരെ കുറച്ച് സംസാരങ്ങളും ഭാഷകളും നടന്ന സെറ്റായിരുന്നു ഇത്. നമുക്കധികം ഇവിടെ പ്രവൃത്തിയായിരുന്നു കൂടുതൽ. കളിതമാശകളൊന്നും വേണ്ട, വരിക അഭിനയിക്കുക, പോവുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള അതിന്റെ ഫൈറ്റ് സീൻസ് മേക്ക് ചെയ്യാനായിട്ടായിരിക്കണം. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഫൈറ്റ് സീൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും അടി കിട്ടിയോ? അയ്യോ കയ്യും കിടക്കൊന്നും അടിയും തൊഴിയും കണ്ടപ്പോ എനിക്ക് ഉണ്ട്. ഇപ്പൊ സാധാരണ ഷൂട്ടിന്റെ ഇടയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പൊ മേജർ ഫൈറ്റിംഗ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ കയ്യിൽ നിന്ന് പോക്കുകളും എല്ലാ സാധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വലിയ എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ള മറ്റേ ഷാപ്പിലെ സീൻ ഉണ്ടല്ലോ, അതിന് എത്ര തവണ അത് കണ്ടിന്യൂസ് ഒറ്റ ഷോട്ടിൽ പോകുന്ന കുറെ ഇതുണ്ടോ? അത് എത്രത്തോളം ടഫായിരുന്നത്? അതായിരുന്നു ഏറ്റവും ടഫ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിന് തൊട്ട് മുന്നത്തെ ദിവസമായിരുന്നു ഈ ഡാൻസും പരിപാടി സാധനങ്ങൾ. അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്നിട്ട് നേരെ ഫൈറ്റിൽ പരിപാടിയിലേക്ക് കിടക്കുക എന്നുള്ള സാധനത്തിലാണ്. അപ്പോൾ നമുക്ക് ഫിസിക്കലി അതിനോട്ട് നമ്മൾ മെൻ്റലി ഓക്കെയാണ്, ചെയ്യാം എന്നുള്ള സാധനമുണ്ട്. പക്ഷെ നമ്മൾ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള എനർജി ഇല്ലായിരുന്നു. അതിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളുണ്ട്. കന്നഡ പഠിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പറഞ്ഞാൽ മനസ്സിലാവും. രണ്ട് വാക്ക് വേണ്ടി കന്നഡ അർത്ഥമായിട്ടാ എന്ത് മാತಾಡಬೇಡ. ഇത് ഗില്ലാപ്പിയുടെ ഭാഷയെന്ന് പറഞ്ഞു. ഗില്ലാപ്പി ഞങ്ങൾക്ക് വേണ്ടി ഗില്ലാപ്പിയുടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് ഗില്ലാപ്പിയായിട്ട് ഞങ്ങൾക്ക് ഒരു ഡയലോഗ് ഇറക്കാം. ചുമ്മാ എന്തെങ്കിലും പറയൂ. ഞാൻ ഒരു സാധാരണ എന്താ പറയാ പറഞ്ഞൂടാ. അല്ല എനിക്ക് കണ്ടിന്യൂസ് ഡയലോഗ് പറയാന്ന് പറയാ ചെറിയൊരു പണിയെല്ലാം തോന്നുന്നു. കാരണം ഇപ്പൊ ഒരാളെ പേടിപ്പിക്കുന്ന നമ്മുടെ വീടിനോട് ഇങ്ങനെ കളിയാക്കി പറയല്ലേ, എന്ത് കുറെ നേരം പഞ്ഞോണ്ടിരിക്ക അങ്ങനെ കളിയാ ഒരാളോട് കളിയാക്കും. പക്ഷെ അത് പേടിപ്പിക്കുന്ന ലെവലിലായാലും ശരി ഒരു ആ ഒരു മോഡിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. എന്നാലും നമുക്ക് സെറ്റായി. ചിലർക്ക് നാച്ചുറൽ ആയിട്ട് വരും, ചിലർക്കാണെങ്കിൽ എടുത്ത് ബ്രോയ്ക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അറിയില്ല എല്ലാം ഭയങ്കര വിനയമാണ്. ഞാൻ ഭയങ്കര വിനയ അപ്പൊ 3 പേരുണ്ട് സാറേ. സിനിമ എന്ന് പറഞ്ഞത് ശരിക്കും ഡ്രീം ആയിരുന്നു നിങ്ങളുടെ? എന്റെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ആക്സിഡന്റലി സിനിമയിലേക്ക് വന്ന വ്യക്തിയാണ്. വളരെ ആക്സിഡന്റ് ആയിട്ട് സിനിമയിൽ വന്നതാണ്. ഞാനും ഇതുപോലെ അങ്ങനെ വന്ന ആളൊന്നല്ല. ലിജോ ചേട്ടൻ വിളിച്ചപ്പോ വന്ന സിനിമ അങ്ങനെ വലിയ സ്വപ്നമൊന്നും അല്ലായിരുന്നു? ഇല്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, വന്ന് പെട്ടതാണ്. ശരിക്കും സ്വപ്നം എന്താണ്? ചോദിച്ചപ്പെട്ടു ചിലപ്പോ ഇപ്പൊ ഇരിക്കുന്ന ഒപ്പം നാളെ. ഇന്നത്തെ സ്വപ്നം പറ. എന്റെ ഏറ്റവും വലിയ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലിവർപൂളിൽ വരുന്ന ഒരു കളിയാണ്. ഏറ്റവും വലിയ ഫോമില് അതിന്റെ ഏറ്റവും വലിയ ആൻഫീൽഡിൽ പോയിരുന്ന ഒരു കളി കാണുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീം. അത്ര ലിവർപൂൾ മാൻ ജെറാർഡ്, എന്താ പറയാ, സാഡിയോ മാനെ,
മസാല അതൊരു വികാരമാണ്. അതൊരു വികാരമാണ്. ഇപ്പൊ നോർമലി എല്ലാവരോടും ചോദിച്ചാൽ പറയും എന്റെ ഡ്രീം ഇതാണ്, എന്റെ സ്വപ്നം ഇതാണ്, ഇന്ന പോലെ ആളാം, ഇന്ന ആളെ പോലെ ആവണം, ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ എത്തണം. ഇത് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവിടെ പോയി കളി കാണണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഉള്ള ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ വെറൈറ്റി ലൈഫിൽ അങ്ങനെ വെറൈറ്റി ആയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? ഇത് വെറൈറ്റിയാ. ഇതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങളല്ലേ. ഇപ്പൊ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടുള്ള വെറൈറ്റി ആയിട്ട് അല്ല മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ഉണ്ടോ? എന്നിട്ട് അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിയില്ല. അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചറായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ട്. മറ്റുള്ളവരെ പോലെ ഒന്നല്ല ഞാൻ അമ്മേനെ വെട്ടിച്ചെന്തെങ്കിലും മോഷ്ടിച്ചില്ല. ആരും ചെയ്തിട്ടില്ല. വെറൈറ്റി പരിപാടികൾ അതൊക്കെ കഴിവാണ്. വിചാരിക്കുന്ന പോലെ പിടിക്കാതൊക്കെ ചെയ്യാന്ന് പറയാൻ നിസ്സാര പണിയാ. അതിനൊരു ബാങ്ക് കൂടി നോട്ടിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റി പിടിക്കുന്നു. ബ്രോയ്ക്കോ മറ്റുള്ളവർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് ലൈഫിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ചെയ്യാനായിരുന്നു. അപ്പോൾ എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് റിതം ഗിറ്റാറിസ്റ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ തുടങ്ങി. ദെൻ പിന്നെ അതിൻ്റെ അതിൽ ബേസ് ഗിറ്റാറിസ്റ്റ് ആയിട്ട് അങ്ങനെ. പക്ഷേ ഈ ഇത്ര കാര്യം പറയുന്നത് ചോദിക്കുമ്പോൾ ആകെ ഞാൻ 3 മാസമാണ് ഗിറ്റാർ പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്താ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ, ആൾക്കാരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ പരിപാടി ഞാൻ തുടങ്ങിയത് സ്റ്റേജിനകത്തായിരുന്നു. അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് മറ്റേ എനിക്കറിയാവുന്ന പോർഷൻസ് ഇപ്പോൾ ഞങ്ങളുടെ ഓൺ സോങ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം വരെ എനിക്ക് അറിയത്തുണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മറ്റേ ബേസ് ഗിറ്റാറിൻ്റെ മറ്റേ ഗെയിലും സാധനവും വോളിയൊക്കെ ഒന്ന് കുറച്ചിടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേജിൽ കിടന്ന് നമ്മൾ എന്ത് കാണിക്കുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. സ്റ്റേജിൽ നമ്മൾ ലൈവായിട്ട് അങ്ങനെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിനകത്ത് സത്യമായിട്ട് കാര്യമായിട്ട് ഉറക്കം കോമ്പറ്റീഷനായിട്ട് വേറെ ആരുണ്ടായില്ലേ. ഇതേപോലെ തന്നെ ഭയങ്കര നമുക്ക് ക്രൗഡിനെ ഏറ്റെടുക്കുക. ഇപ്പോൾ കുറേ വഴികളുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ നമ്മളുടെ സോങ് ഇപ്പോൾ കവർ സോങ് അല്ലാണ്ട് നമ്മുടെ ഓൺ സോങ് ഉണ്ട്. ഓൺ സോങ് ഇറക്കുന്നു. അപ്പോൾ കുറച്ച് ക്രൗഡിനെ അത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ക്രൗഡിനെ വെച്ചിട്ട് പണിയെടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു തവണ കുറച്ച് എന്താണ് ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ പോയ സമയത്ത് അത് ഭയങ്കര രസകരമായിരുന്നു. നമ്മുടെ സോങ് പാടിക്കഴിഞ്ഞ സമയത്ത് ആൾക്കാർ റിട്ടേൺ പാടുക, അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭാഗ്യം കൂടിയാണ്. തിരിച്ച് റിട്ടേൺ കിട്ടുക, അതേപോലെ ക്രൗഡിനോട് നിൽക്കാന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇതിന് മുന്നത്തെ ഒരു ആഗ്രഹം അതായിരുന്നു, ഒരു സ്റ്റേജിൽ നിന്നിട്ട് പ്ലേ ചെയ്യുക, ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് പ്ലേ ചെയ്യാൻ വകുപ്പില്ലാതെ പോയി. നേരത്തെ അറിയുന്നത് ഞങ്ങൾ അറേഞ്ച് ചെയ്താലേ. അങ്ങനെ അത് അപ്പോൾ ആ ഡ്രീം അവിടെ അങ്ങനെ തീർന്നു. അപ്പോൾ പിന്നെ വളരെ ചെറിയ 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 ഡ്രീമുകൾ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഡ്രീം സാധിക്കട്ടെ ഞങ്ങൾ. അല്ല, അതിപ്പോൾ ഓൾറെഡി കഴിഞ്ഞില്ല. എനിക്കിപ്പോൾ അതിനകത്ത് കിട്ടാനുള്ളത് കിട്ടി. അല്ല, ഇനി ഒരു സ്റ്റേജിൽ മുഴുവനായിട്ട് ഒരു ക്രൗഡ് കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. അതുണ്ട്. തിരിച്ചങ്ങോട്ടേക്ക് പോകണം എന്നുള്ള താല്പര്യമുണ്ട്. മെറിൻ എങ്ങനെയാണ്, സിനിമ തന്നെയായിരുന്നു ഡ്രീം? അതെ, എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു പാഷനായിരുന്നു. അപ്പം പൂമര മുതലുള്ള സമയം അല്ലെങ്കിൽ ഈ സമയം വരെ ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയിൽ കാരണം എനിക്ക് സന്തോഷം വരെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് തന്നെ എനിക്ക് മുന്നോട്ട് ഇനിയുള്ള നാളുകളും ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളിൽ നമുക്ക് ഡ്രീം ഉണ്ടാവില്ല, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചില ആക്ടേഴ്സിനെ കാണുമ്പോഴായിരിക്കും അവർക്കത് സ്ട്രൈക്ക് ഉണ്ടാവുന്നത്. മെറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഇത് മൈൻഡിൽ വന്നപ്പോഴാണ്? അയ്യോ, ഒരുപാട് വർഷങ്ങൾ ഞാൻ പുറകിലോട്ട് കൊണ്ട ഞാൻ ഒരു സോഡ കുടിച്ചിട്ട് വരാം. അത് ആദ്യം കുറച്ചാള് പാട്ടുകാരി ആവണമെന്നായിരുന്നു, പിന്നെ കുറച്ചാള് ഡാൻസുകാരി ആവണമെന്നായിരുന്നു. അത് കഴിഞ്ഞ് കൈ വയ്ക്കാത്ത സ്ഥലങ്ങളിലോട്ടപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ബാബു നൂർ സാർ എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞ എനിക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടാണ്. അപ്പം ഞാൻ പഠിച്ചതും വളർന്നൊക്കെ അബുദാബിയിലായതുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നാടകങ്ങൾ ചെയ്യാൻ വരും. അപ്പം നാടകം ചെയ്യാൻ വന്ന് ഞങ്ങളുടെ സംവിധായകനായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കയറി നിന്ന് അഭിനയിച്ചു വായി കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ അഭിനയത്തെ സ്നേഹിച്ചു തുടങ്ങുന്നതും. ഓക്കെ, ഇതെന്താണ് സംഭവം, ഇതിൽ കൂടുതൽ പഠിക്കണം എന്നല്ല, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, ആക്ടിങ് എന്താണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്നത് ആ സാറിൽ നിന്ന്. അങ്ങനെ തുടങ്ങി പിന്നെ ഒരു
എന്താ പറയുക ഉള്ളിലൊരു തീ പോലെ എനിക്ക് സിനിമ കാരണം എന്നുള്ളൊരു വാശി. ഇപ്പോഴും ആ തീവായിട്ട് മുമ്പോട്ട് പോകുന്നു. അല്ല, ഫസ്റ്റ് എല്ലാവരുടെയും സിനിമ ഡ്രീം ചെയ്യുന്ന എല്ലാവരും അല്ലെ സിനിമയിൽ അഭിനയിക്കുന്നവർ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ക്യാമറ പേടിയായിരുന്നു. അല്ല ഇപ്പോഴും പേടിയാണോ സിനിമ അഭിനയിച്ചിട്ട്? ആ സാധനം വരും നമുക്ക്, പിന്നെ തീർച്ചയായിട്ടും ഒരു സാധനം വരും. കാരണം വെച്ചാൽ അത് കറക്റ്റ് മീറ്റർ വെച്ചിട്ട് ഡയലോഗ് ഇമോഷണൽ ആ സ്പേസിൽ തന്നെ ഫ്രെയിമിൽ തന്നെ ഇത് പറയാൻ തെറ്റാണ്ട് ചെയ്യണം അല്ലേ? വേറെ എങ്ങനെയാണ് ഇപ്പോഴും പേടിയുണ്ടോ? പിന്നെ ഒരു സിനിമ കിട്ടിക്കഴിയുമ്പോ നമ്മള് പുതിയ സെറ്റിലേക്ക് പോകുമ്പോ എനിക്ക് ആദ്യത്തെ ദിവസം ആൾക്കാരൊക്കെ 2 ദിവസം ആ ക്യാരക്ടറിലേക്ക് കേറുന്നവര് ഈ സാറിന് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, ഞാൻ ഈ സാർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടോ. ഇപ്പം കാരണം ഒരു സാധനം ഡെലിവറി ചെയ്യാന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ച് ഒരു സാധനം ആ കഥാപാത്രമായ ഡയലോഗ് മലപ്പടം പിടിച്ച ആ ഇമോഷണൽ ആ ഫിക്സഡ് ഫ്രെയിമിൽ ഡെലിവറി ചെയ്യാന്ന് പറയാ നിസ്സാര പണിയല്ല. അപ്പം ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും പെർഫെക്ഷൻ ആണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം എപ്പോഴും പോയി മോണിറ്റർ പോയി ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, 3 പേര് ചെക്ക് ചെയ്തിട്ടില്ല. ഇല്ല, താല്പര്യമില്ലാത്ത അത് പണ്ട് മുതലേ വന്ന സമയം മുതലേ നമ്മളിങ്ങനെ എടുത്തു വെച്ചാൽ ഓക്കെ അതിന്റെ പുറകിൽ പോയി നിന്ന് കാണില്ല എന്നുള്ള സാധനം നമുക്ക് ഡയറക്ടറിനെ നോക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് അവിടെ AD-മാരുണ്ട് നമ്മളെ. ഇപ്പൊ നമുക്ക് കമ്പനി അടിക്കുന്ന ചേട്ടന്മാർ വരെയൊക്കെ ഉണ്ടാവും. അതിപ്പം പ്രൊഡക്ഷൻ ബോയിലെ ചേട്ടന്മാരായിരിക്കാം. നമ്മൾ ചെയ്തേക്കണ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും റീടേക്ക് പോകണോ വേണ്ടോ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് മതി. അല്ലാണ്ട് എനിക്കിപ്പോ ടേക്ക് കട്ട് പറഞ്ഞതിന് ശേഷം നേരെ എല്ലാവരും വന്നിട്ട് ഈ മോണിറ്ററിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നിൽക്കുന്ന പരിപാടി ശരിയാവില്ല. നമുക്ക് വിശ്വാസം ഡയറക്ടറാണ്. ഡയറക്ടർ പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അങ്ങോട്ടില്ല ഇങ്ങോട്ടും ഇല്ല. അപ്പൊ മെറിൻ നമ്മളെ പാട്ടിനോട്ടൊന്ന് ചെറിയ സബ്ജക്റ്റ് സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി ഇവിടെ പിന്നെ പാട്ടറിയാവുന്നവര് മാത്രമാണ് ഇതിന്റെ കുഴപ്പമില്ല. ഞാൻ പുതിയൊരു പാട്ടൊന്നും പഠിച്ചില്ല, പഴയ പാട്ട് മതി അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി 2 വരി വെറുതെ പണ്ടങ്ങാണ്ട് പാട്ട് പഠിച്ചിരുന്നത് അബദ്ധത്തിലെങ്ങാണ്ട് ഇങ്ങനെ പറയാം. മിക്കവാറും 1 വർഷത്തിന് മുന്നേ എന്റെ കഴിഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ പാടിയത് പാട്ടായിരിക്കും. ഞാൻ കുഴപ്പമില്ല, 1 വർഷം ഞാൻ പാടുന്നില്ല. പ്ലീസ് എന്നെ പാടാൻ നിർബന്ധിക്കരുത്. എന്നെ കൊണ്ട് ഡയലോഗ് പറയാൻ ഒരു ഡയലോഗ് പറയിപ്പിച്ച് നിന്നെ പാട്ട് പഠിപ്പിക്കല്ലേ? ഞാൻ ഏത് പാട്ട് പാടും എന്റെ തമ്പുരാനെ? ചുമ്മാ ഏറ്റവും മൈൻഡ് വരുന്ന ഫസ്റ്റ് വരുന്ന പാട്ട് പഴയ പാട്ടും വരുന്നില്ല, അതാണ് എന്റെ മൈൻഡിൽ ഇഷ്ടമുള്ള ഫേവറേറ്റ് പാട്ട്. ഇഷ്ടമുള്ള ഫേവറേറ്റ് പാട്ടോ? അതെന്താ ഇഷ്ടമുള്ളൊരു പാട്ട് പിടിക്കുക. കണ്ടില്ലേ കുട്ടിക്ക് തീരെ വയ്യ. അപ്പം നോർമലി നമ്മൾ ഓരോ ആൾക്കാരുമായിട്ട് ഓരോ സെറ്റ് ഓരോ വിധത്തിലാണ്. അപ്പം ഈ സെറ്റിലെ ആളുകളായിട്ട് ചിലരുണ്ടാവും ഒരേ കമ്പനി സർക്കിളിൽ വരുന്നവരുണ്ടാവും, ചിലർ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഈ സമയം ലുക്മാൻ്റെ ഒക്കെ നമ്മൾ സ്ഥിരം വരുന്ന കഥാപാത്രം നമ്മൾ കണ്ടിട്ടുള്ള അതിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് ലുക്മാൻ്റെ അഭിനയിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ലുക്മാൻ്റെ ആ ഒരു നമ്മൾ സ്ക്രീനിൽ കണ്ട ഒരു സെറ്റിലുള്ളപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് എങ്ങനെ ഉണ്ടായിരുന്നത്? ഇതിങ്ങനെ പരസ്പരം ലുക്കായിട്ട് തന്നെ ആദ്യമേ കമ്പനി ഫ്രഞ്ച് പ്ലാൻ ചെയ്ത സമയത്ത് ലുക്കായിട്ട് കമ്പനി ഭയങ്കര മച്ചാൻ പരിപാടിയാണ്. എങ്ങനെയാണ് ലുക്മാന്റെ ഈ സിനിമയിലെ കഥാപാത്രം തിയേറ്ററിൽ കണ്ടപ്പോൾ? അടിപൊളിയാണ്. നേട്ടം ചെയ്യുന്നു. ഓരോ നമ്മൾ ലുക്മാൻ ഇങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ ആദ്യം കണ്ടിട്ടില്ല. ഓരോന്ന് ഇപ്പൊ തല്ലുമാലയിലൊക്കെ നമ്മൾ കണ്ട പെർഫോമൻസ് അല്ല ഒക്കെ അടിപൊളി പരിപാടികളാണ് ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളിയായി. എങ്ങനെ ഉണ്ടായിരുന്നത്? എനിക്ക് ഞാൻ സിനിമ സെറ്റിൽ വരുമ്പോഴാണ് ആദ്യമായിട്ട് ലുക്കനെ കാണുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ ആസ് ആൻ ആക്ടർ ഞാൻ ലുക്കന്റെ ഭയങ്കര വലിയ ഫാനായിരുന്നു. അപ്പോ എന്തോ ലുക്കിനോട് തീർച്ചയായിട്ടും അത് വന്ന് പരിചയപ്പെട്ടതിന് ഞാൻ ഭയങ്കര വലിയ ഫാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ സീൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ലുക്കുവിന്റെ ശബ്ദമൊന്നും ഞാൻ അല്ലാണ്ട് ഇന്റർവ്യൂലൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി എന്നല്ലാതെ ഇന്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല, എനിക്ക് സ്വരം അറിയത്തില്ല. അപ്പൊ ആദ്യത്തെ സീക്വൻസ് ചെയ്തപ്പോൾ വിക്കനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ പാക്കേജ് വന്നിട്ട് ഉല്ലാസന്റെ അടുത്താണ്, എനിക്ക് ഓർമ്മയില്ല, ലുക്കുവിന് ശരിക്കും വിക്കുള്ളതാണോ അതങ്ങനെ അഭിനയിക്കുന്നത്? ഇത് ഞാൻ കണ്ട ആളല്ല. എന്നിട്ട് ഞാൻ അഭിനയിച്ചതാ. അപ്പോൾ ലുക്കുവിനെ അന്ന് എൻ്റെ കൺമുന്നിൽ ഞാൻ നിന്ന് കാണുകയാണ് ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ്. അപ്പം സിനിമയിലാണെങ്കിലും തികച്ചും എനിക്കൊന്നും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ട്രാജഡികൾ സംഭവിക്കുന്നത്. നമ്മുടെ ഗില്ലാപ്പി അവൻ്റെ മരണമല്ലാത്ത ട്രാജഡി.
ഉല്ലാസേട്ടാ ഉല്ലാസേട്ടാ വിളിക്കട്ടെ. എനിക്ക് ഇതിനകത്ത് പങ്കില്ല, ഞാൻ അറിയാം. ഒരു കോള് വരും. സിനിമ വൈകിട്ട് എങ്ങനെയാണ് ആളുകളെ വിളിച്ചു പറയും? ആളുകൾക്ക് തിരക്കി കഥാപാത്രം എങ്ങനെ ആരെങ്കിലും വിളിക്കുക പറയുക ചെയ്തായിരുന്നോ? ഇല്ല, കാരണം എല്ലാവരും സിനിമ കാണുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് ശരിക്കും ആൾക്കാർ അടുത്ത് 9 ഏറ്റവും ഫസ്റ്റ് ഷോ എനിക്ക് തോന്നുന്നില്ല അധികം എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പൊ ഇനി വരും കോൾസ്, ഇനി കണ്ടിന്യൂസ് കോൾസ് വരാനുള്ളതല്ലേ. അപ്പം നിങ്ങളോട് എല്ലാവരോടും ചോദിക്കും, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീമുകൾ പറയും. ഇപ്പൊ സിനിമകൾ ചെയ്യുമ്പോൾ ഇനി വർക്ക് ചെയ്യുവാണെങ്കിൽ ഇന്ന ആളുകളോട് വർക്ക് ചെയ്യണം എന്നുള്ള ഡ്രീം ഉള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇൻഡസ്ട്രിയില് ഇവരുടെ ഒക്കെ കൂടെ വർക്ക് മൊത്തത്തിൽ പറഞ്ഞു അതെ 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 ഡിക്കാപ്രിയോ ഒരു ഓസ്കാർ വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പോണ വണ്ടി വിളിച്ച് ഓസ്കാർ ഇപ്പൊ മേടിച്ചിട്ട് വരാം. അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പോയി മേടിച്ചിട്ട് വരാം. തനിക്കോ ഇതുപോലത്തെ ഡ്രീം എന്തെങ്കിലും ഉണ്ടോ? അതാ പറഞ്ഞേ, ഓസ്കാർ വാങ്ങണം എന്നുള്ളത് സീരിയസ് ആക്കി എടുത്താ എന്താ നമുക്ക് വലുതായിട്ട് സ്വപ്നം. എനിക്ക് ഓസ്കാർ മേടിച്ചുകൂടെ? ബ്രോയ്ക്കോ? എനിക്ക് അങ്ങനെ ചോദിക്കാൻ ഇല്ല. എനിക്ക് എന്താ മറ്റേ ഇങ്ങനെ ഇന്ന സംവിധായകന്മാരുടെ കൂടെ അഭിനയിക്കണോ അല്ലെങ്കിൽ ഇന്ന ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കണമെന്നില്ല. എനിക്ക് ഇതിപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് ടാസ്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ടാവും എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇതായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെ റോൾ എഴുതുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം നമുക്ക് ടാസ്ക് കിട്ടുന്ന പരിപാടിയാണെങ്കിലും നല്ല രസം ഉണ്ടാവും എന്ന് തോന്നുന്നു. അതിലൊക്കെ അപ്പോൾ അപ്പോഴേ കാര്യമുള്ളൂ എന്ന് തോന്നണം. അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ പ്രവീണിന് 2-3 ഫൈറ്റ് സീക്വൻസ് എങ്കിലും മിനിമം വേണം. എനിക്ക് മിനിമം 3 ഫൈറ്റ് കിട്ടിയേ അതില്ലാണ്ട് ഒരു സിനിമ ചെയ്യില്ല. ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ചേട്ടൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ശരിയാത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഞങ്ങളെങ്ങനെ പറയും? പറയാൻ പറ്റില്ല. മേഘയുടെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇത് മുഴുവൻ എന്നെ കൊണ്ട് അറിയിക്കാനുള്ള പരിപാടിയാണ്. അറിയാം നമ്മളൊന്നും പറയാതെ. ഇതില് എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ പോലും വിട്ടു പറയാനില്ല. മേഘയാണെങ്കിലും മണികണ്ഠൻ ചേട്ടന്റെ ക്യാരക്ടർ, സെന്തിലേട്ടന്റെ ക്യാരക്ടർ, ചെമ്പൻ ചേട്ടന്റെ ക്യാരക്ടർ, പിന്നെ ആരൊക്കെയാ നമ്മുടെ ചിപ്പൻ, ബിറ്റു ചേട്ടൻ, ചിപ്പൻ, അത് കുറെ എല്ലാവരും എനിക്ക് മറ്റേ ഇങ്ങനെ ഫ്ലാഷ് പോലെ എന്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. ഓരോരുത്തരുടെയും ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ആ പടത്തിലെ ക്രൂ തന്നെ എല്ലാം ആ പടത്തിലുണ്ട്. സത്യം അർമ്മുണ്ട്. ശരിക്കും പറയാം, വന്നു പോകുന്ന ഒരു കഥാപാത്രങ്ങൾക്ക് പോലും അതിനായിട്ട് ഒരു പ്രാധാന്യം കൊടുത്തിട്ടാണ് എല്ലാരും ഉണ്ട്. സ്ക്രിപ്റ്റിൽ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് മലയാള സിനിമയിൽ ഇപ്പൊ കുറച്ചുകൂടെ പണ്ടത്തെ ആർട്ടിസ്റ്റ് എന്ന രൂപയിൽ കഥയിൽ ഇച്ചിരി പ്രാധാന്യം കൊടുത്തു തുടങ്ങിയപ്പോഴേക്കും കുറച്ചുകൂടെ മൂല്യം വന്നു തുടങ്ങി. അങ്ങനെ ഫീൽ ചെയ്തോ? എനിക്ക് ഈ സിനിമയിലെ കഥ ശരിക്കും അത് കണ്ടപ്പോൾ കഥയിലായാലും ശരി, കഥാപാത്രങ്ങളായാലും ശരി, ഇപ്പോഴും മനസ്സിൽ ആ കഥാപാത്രങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ കഥയുടെയും അവർ ട്രീറ്റ് ചെയ്ത രീതിയിൽ എന്താ മികവെന്ന് തന്നെ പറയാൻ പറ്റും. ഉല്ലാസേട്ടൻ്റെ ഓരോ ഡയറക്ടർക്കും ഓരോ തോട്ട് ഉണ്ടാവുമല്ലോ. ഐ മീൻ അവരുടെ ഫേവറേറ്റ് ജോണർ അങ്ങനെ ഇതുണ്ടോ. ചിലർക്ക് ഡാർക്ക് ആയിരിക്കും, ചിലർക്ക് കൊമേഴ്ഷ്യൽ ആയിരിക്കും, ചിലർക്ക് റൊമാൻസ് ആയിരിക്കും. ഉല്ലാസേട്ടനായിട്ട് ഇത്ര നാൾ നിൽക്കുന്ന പുള്ളിക്കാരൻ ഏത് ടൈപ്പ് പടങ്ങളായിരിക്കും ചെയ്യാൻ ഇച്ചിരൂടെ ചേർന്നത്? ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളായിരിക്കും അതോ കൊമേഴ്ഷ്യൽ ആയിരിക്കുമോ? അല്ല എന്നാലും നിങ്ങൾ കൂടെ അല്ല എന്നാലും ഇത്ര ഒരൊറ്റ വാക്ക് പറയാം. പുള്ളിക്കാരൻ ലിജോ ജോസ് സാറിന്റെ ഒരു ഭയങ്കര ഫാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു കൈൻഡ് ഓഫ് സ്കൂള് അല്ലെങ്കിൽ ആ ഒരു പാത്താണ് ഉല്ലാസേട്ടൻ്റെ മൈൻഡിൽ എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റ് പറയുമ്പോഴും റെഫറൻസ് ഇങ്ങനെ ഉല്ലാസേട്ടൻ LJP മൂവി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു വയലൻസ് അല്ലെങ്കിൽ വയലൻസ് ഒന്നും അല്ല ഇതിനിങ്ങനെ പറയുന്നത്, കൂടുതൽ എന്താ പറയാ അവരുടെ സിറ്റുവേഷൻസ് അവരുടെ ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു യൂഷ്വൽ നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ ബ്രഹ്മയുഗം ആയാലും ശരി, മഞ്ഞുമൽ ബോയ്സ് ആയാലും ശരി, അതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് വൈസും കഥകൾ എടുത്തു പറയുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ വേറൊരു ട്രാക്കിലേക്ക് എൻ്റെ എന്താ പറയുക, നമ്മുടെ ശിഷ്യൻ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ സീനെ മാറുന്ന പോലത്തെ മറ്റൊരു സീൻ മാറ്റുന്ന പടമാണ് 5 കള്ള കോക്കാൻ.
അഞ്ചക്കള്ള എനിക്ക് ഇപ്പോഴാ പേര് ഇന്ന് കിട്ടിയിട്ടില്ല. 10 പ്രാവശ്യം എഴുതിയിട്ട് പോയാ ഇന്ന് ഞാൻ വെള്ളം നീ എന്നത് ശരിയാക്കി ശരിക്കും പറയാം ആ ടൈറ്റില് തന്നെ ഇതുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു മിത്ത് എപ്പോഴെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഈ കോക്കാൻ മാക്കാൻ അങ്ങനത്തെ ഉള്ള മിത്ത് എപ്പോഴെങ്കിലും എനിക്കതിൽ വിശ്വാസം കുഞ്ഞായിരിക്കുമ്പോ അമ്മ ഭക്ഷണം കഴിപ്പിക്കുന്നത് കോക്കാനെ വിളിക്കുന്നത്. എന്നോട് കാലത്ത് പോയ കോക്കാച്ചി കോക്കാച്ചി എന്ന് പറഞ്ഞ് കുഞ്ഞുനാളിലൊക്കെ ദുബായില് കൊക്കാച്ചി ദുബായിലും കോക്കാച്ചി ഒക്കെ ഞാൻ എല്ലാ നാളും ഒരു ഡയലോഗ് പറയിപ്പിച്ചതിനാണോ നീ എന്നെ ഇങ്ങനെ ക്രൂശിപ്പിക്കുന്നത്? എനിക്ക് എന്തിന്റെ കേടായിരുന്നു അതൊക്കെ. ശരിക്കും അങ്ങനത്തെ മിത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനൊക്കെ ചോദിച്ചാ ഫിക്ഷൻ അല്ലേ മാൻ, ഫിക്ഷൻ നമ്മൾ ആർട്ടിന്റെ ഭാഗമല്ലേ, അപ്പൊ പിന്നെ അത് നമ്മള് അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നത്. കഥകളിലൊക്കെ പറയുമ്പോ ഇങ്ങനെ മാക്കാൻ വരും, അവിടെ ഇങ്ങനെ ഒരു ചാത്തന്മാര്, അങ്ങനത്തെ മിത്തുകൾ ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു മിത്തുള്ളത് നല്ലതാണോ മോശമാണോ ചോദിച്ചത്? പലർക്കും ചില ട്രോമ ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു മിത്തുള്ളത് നല്ലതാണോ മോശമാണെന്നോ? എനിക്ക് എനിക്ക് ഈ വക കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ. കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ ആനിമയെ കുറച്ച് കൂടുതൽ കാണുന്ന വ്യക്തിയാണ്. കോമിക്സ് വായിക്കുന്ന ആ ഒരു പരിപാടി ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ളതുണ്ട്. അതില്ലാത്ത ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ, പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ പറയുന്ന മറ്റേ ഹൊറർ പടങ്ങൾ കാണാൻ ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ് ഞാൻ. ഭയങ്കര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേടിയുള്ള മനുഷ്യനാണ്. എനിക്ക് ലൗഡ് നോയ്സ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേ ജംപ് സ്കെയർ പരിപാടി സമയത്ത് ഉറപ്പായിട്ടും മറ്റേ കണ്ണടച്ചിരുന്ന് കാണുന്ന കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തി. രക്തം ഒരു പ്രശ്നമല്ല. എനിക്ക് ഉറപ്പാടും പേടിയാണ്, പക്ഷെ ബ്രോക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഇതൊക്കെ മിത്തൊക്കെ കേൾക്കുമ്പോ എന്താന്നാണ്? അല്ലെ പേടിക്ക് പ്രേതമുള്ളവരനെ ആരാലും പേടിക്കല്ലോ. പ്രേതം പേടിയുണ്ടോ? ആരെ പേടില്ല. പക്ഷെ ആളെ പകലൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂടാൻ ക്രിക്കറ്റ് കളിച്ച് ഫുട്ബോളൊക്കെ കളിച്ച് ഇപ്പൊ ചിലർക്കുണ്ട് നൈറ്റ് ആകുമ്പോഴേക്കും ഓരോരുത്തർക്കും ഓരോ പേടിയായിരിക്കുമല്ലോ. ചിലർക്ക് പേടിന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് ഒരു സാധനം ഉണ്ടല്ലോ, പേടി നമ്മളെല്ലാവരും ഉള്ളിൽ. പേടി നമ്മൾ പ്രേതം ഉണ്ടോന്ന് ആദ്യം ഞാൻ വിശ്വസിക്കില്ല, പക്ഷെ ഒരു പേടി എന്നാലും അത് ഉണ്ടോ ഇല്ലയോ, അഥവാ ഉണ്ടെങ്കിലോ അല്ലേ? അത് കുഞ്ഞുനാള് മുതൽ നമ്മൾ അങ്ങനെ വളർത്തി ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ. അത് ഉള്ളിൽ കിടക്കാനുള്ള പേടി. പ്രേതപടം കണ്ടാലും തീരെ ജവാന്റെ പോലെ പോയി ഞാൻ ഇരിക്കാറില്ല. മെറിനെങ്ങനെയാണ് ഇങ്ങനത്തെ മിത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ നല്ല അറബി വിത്തുകളാണ് ആൾക്ക്. നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ മിത്തുകളൊക്കെ കേൾക്കാൻ ഒരു രസമല്ലേ, കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് കുറച്ച് പ്രേതകഥകളൊക്കെ മറ്റേ അവിടെ കേട്ടത് ഇടി ഞാൻ ഇങ്ങനെ കേട്ടു വെച്ചേ അങ്ങനെ പറഞ്ഞ രസമല്ലേ. രാത്രിയൊക്കെ ഇരുന്ന് നമ്മളുടെ ഒക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ. ഞാൻ രാത്രി എൻജോയ് ചെയ്ത 2 പ്രേതകഥ എനിക്ക് ഹൊററൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഹൊറർ ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് ഹൊറർ പടം ഏതാ? അങ്ങനെ കൊറേ സീരീസ്. എന്നാലും സോ കണ്ടിട്ടുണ്ടോ? സോ ഇച്ചിരൂടെ വയലൻസ് എനിക്ക് വയലൻസ് ഹൊറർ അല്ല, അല്ലാത്തൊരു ഹൊറർ അല്ലേ. അല്ലാത്ത ഹൊറർ, വയലൻസ് ഇല്ലാത്ത ഹൊറർ ഏതാണ്? എനിക്ക് ഡ്രാക്കുള സംഭവം ഇഷ്ടമല്ല. പെണ്ണുങ്ങളെ ചോര കണ്ടിട്ടുള്ള പരിപാടി. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് ഏതെങ്കിലും ജോണർ ഉണ്ടോ? എല്ലാം താല്പര്യമുണ്ട്, എല്ലാം ട്രൈ ചെയ്യും. എന്നാലും ഇച്ചിരി ഫേവറേറ്റ് ആയിട്ട് ചെയ്യണം താല്പര്യമുള്ള അങ്ങനെ ഏതെങ്കിലും ജോണേഴ്സ്? അങ്ങനെ എനിക്കില്ല. എനിക്കെല്ലാ ജോണറും ഇഷ്ടമാണ്. ഒരു റൊമാൻറ്റിക് ആയിട്ടൊരു പടം കിട്ടുവാണെന്നിരിക്കട്ടെ, ഒരു എന്താ പറയാ, ഒരു മെറിനാണ് നായിക, ഒരവസരം കൊടുക്കുക. നൈസായിട്ട് ഇപ്പൊ എന്തേലൊക്കെ വിടുവാണ് വളഞ്ഞങ്ങ് പിടിക്കുകയാണ്. അല്ല, ഒരു സിറ്റുവേഷൻ തന്നെയാണ്. മെറിനാണ് നായിക, ഒരു നല്ല റൊമാൻറ്റിക്. അപ്പൊ വേറെ നല്ല നായകന്മാരും എന്താണ് പറഞ്ഞേ? അല്ല, എന്നാലും ചുമ്മാ ഒരു ഇമാജിനേഷൻ. അല്ല, മെറിനാണ് നായിക എന്ന് വിചാരിച്ചോ. ഫെബ്രുവരി 14 ബ്രോഡ് സ്റ്റൈലിലാണ് ഒന്ന് പ്രപ്പോസ് ചെയ്യണം, ഒരു വിധത്തിലും പിടിയരത്തില്ലെന്നൊക്കെ. ഇപ്പൊ മെറിനാണ് നിൽക്കണം, മെറിന് പ്രപ്പോസ് ചെയ്യാലോ. അടുത്തത് അപ്പൊ തിരിച്ചു പ്രപ്പോസ് ചെയ്തോടെ? ചുമയാണ്
എനിക്ക് ചുമതാണ് പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെല്ലാരും അടിപൊളിയായിരിക്കുമല്ലോ പോയി പ്രപ്പോസ് ചുമയുള്ള പ്രപ്പോസ് ചെയ്യാൻ പാടാ. അതെ, എന്റെ ചുമയൊക്കെ കേട്ടിട്ട് അവൻ yes ചിലപ്പോ പറയണമെന്ന് വെച്ച് no പറഞ്ഞാലോ അപ്പൊ മെറിന് വിക്സിന്റെ ആഡാവും കഴിക്കൂ. അപ്പൊ മെറിന് അങ്ങനെ ഫേവറേറ്റ് ജോണറിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അഞ്ചക്കള്ളക്കോക്കാന്റെ ഒരു ജോണറിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് അതിൽ മിക്സഡ് ആയിട്ടുള്ള ഇമോഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. ബ്രോയ്ക്കോ ഏത് ടൈപ്പ് ജോണറൽ പടങ്ങളാണ് നമ്മുടെ കമ്മട്ടിപ്പാടമൊക്കെ എന്താ പറയാ ഒരു വേറൊരു ട്രാക്കാണത്. അതേപോലത്തെ ഒരു പടം എന്ന് പറയാൻ ഇപ്പോഴും മലയാളികൾ ഒരു നല്ലൊരു പടം ഫസ്റ്റ് വരുന്ന 10 എണ്ണം പറയുകയാണെങ്കിൽ അതിന്റെ കമ്മട്ടിപ്പാടം ഉറപ്പായിട്ടും പറയും. കാരണം അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ, അതിന്റെ കഥ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പടങ്ങൾ ചെയ്യാനായിട്ടാണ് ഇച്ചിരി താല്പര്യം. അത് ഇങ്ങനത്തെ അങ്ങനത്തെ തന്നെ പടങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. പിന്നെ അതിൽ നിന്നും പിന്നെ കുറച്ച് മറ്റേ നമ്മൾ ക്യാരക്ടർ റോൾസ് പരിപാടിയിലേക്ക് എത്തുന്ന അങ്ങനെ അതുവരെ എത്തിയാൽ. പക്ഷെ എനിക്ക് പ്രണയം പരിപാടി അതിനോടൊക്കെ ഞാൻ ഒരു തവണ ചെയ്ത ഒറ്റ തവണ ഞാൻ നിർത്തിയ അങ്ങനെ ഒരു പരിപാടി പാട്ടൊക്കെ ഉണ്ടവന്റെ പറയടാ ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടോ തമ്പുരാൻ എഴുന്നള്ളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, ആൽബം സോങ്. അപ്പൊ അങ്ങനെ അതിൽ ഞാൻ നിർത്തിയതാണ്. അല്ല ശരിക്കും പ്രണയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ചിലർക്ക് ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ പൈങ്കിളി ആയിട്ടിരിക്കുന്നതാണോ നല്ലത്, അതോ റിയാലിറ്റിയിലുള്ള ഫേസ് ടു ഫേസ് ഉള്ള കാര്യം പറഞ്ഞിട്ട് അതിന്റെ ബാക്കി നോക്കാനോ? റിയാലിറ്റിയിലും പ്രണയം പൈങ്കിളി തന്നെയല്ലേ. അതിലിപ്പോ ഇതൊക്കെ തന്നെയാണ് പരിപാടി. മൊമെന്റ്സ് അല്ലേ കാര്യം, മൊമെന്റ്സ് ആണ് എനിക്ക് തോന്നുന്നില്ല. അല്ലാണ്ട് മറ്റേ ഇപ്പോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ പൈങ്കിളി ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ മറ്റേ. അല്ല ശരിക്കും പ്രണയം പൈങ്കിളിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അല്ല, അങ്ങനെ പൈങ്കിളി എന്ന് പറയുന്നത് അതിലൊരു ഫേസ് ആണ്. അതെന്ത് പൈങ്കിളി എപ്പോ എനിക്കറിയില്ല. ഞാൻ പൈങ്കിളി പൈങ്കിളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്ന പഴയ ഡെഫിനിഷൻ പണ്ടത്തെ ഡെഫിനേഷൻ ഒക്കെ ഉണ്ട്. അവരവരായിട്ടിരിക്കുമ്പോ ഓൾറെഡി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിളിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. വിളിച്ചിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ആരാ വിളിക്കുന്നത്? വിളിച്ചിട്ടുണ്ടോ? അപ്പൊ അത് ഓരോരോ ഫേസ് ആണ്. ചില സമയത്ത് നമ്മൾ പൈങ്കിളി ആവേണ്ടി വരും, ചില സമയത്ത് നമ്മൾ കുറച്ച് റിയാലിറ്റി ആവേണ്ടി വരും, നല്ല തെറിയും പറയേണ്ടി വരും, ചിലപ്പോൾ രണ്ടത്ത് കൊള്ളേണ്ടി വരും. അതൊക്കെ ഇനി ഭാഗമാണല്ലോ. അതങ്ങനെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് പറഞ്ഞ 2 പരിപാടിയോട് ഞാൻ യോജിക്കുന്നില്ല. കൊണ്ടിട്ടില്ല, അടി കൊണ്ടിട്ടില്ല. കൊണ്ടിട്ടുണ്ട്, ഞാനത് അടിച്ചിട്ടില്ല. അടിച്ചിട്ട് അടി കൊള്ളാലോ, കൊടുക്കണമെന്നില്ലല്ലോ. ഡെഫിനേഷൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പെടണ്ടു. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അംബീഷൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഓരോ അംബീഷൻസ് നമ്മൾ ട്രാവൽ, ചിലർക്ക് ഇതുവരെ ഓരോ കുറച്ച് മുമ്പ് ബക്കറ്റ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ ഇനി അടുത്തത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം എന്തായിരിക്കും? അത് കൊറേ ഉണ്ട്. ഒരെണ്ണം അത് ഇനി പറഞ്ഞു, ഇനി പറഞ്ഞുള്ളൂ. മെറിനോ അടുത്തത് ഇപ്പോൾ അഭിനയിക്കുക, ഓരോ ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ചെയ്യുക, അതെല്ലാം ഓക്കെയാണ്. ഇന്ന ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അതൊന്നും അല്ലാതെ എനിക്ക് ലൈഫിൽ അടുത്തത് മാർക്കായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് റോക്കറ്റിന് ചാടും. ആരും ചെയ്യാത്ത വെറൈറ്റി ആണ്. ഇങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുള്ളതാണ്. ഏറ്റവും ഡ്രീം ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ എന്തായിരിക്കും? ഞാനോ, എനിക്ക് ഫ്രീ സ്കൈ ഡൈവ് ചെയ്യുന്ന പരിപാടി, വിത്തൗട്ട് പാരച്യൂട്ട് പരിപാടി. വിത്തൗട്ട് പാരച്യൂട്ടാ? കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ എങ്ങാണ്ട് നമ്മളെന്തോ ഒരു 10-20 തവണ എങ്ങാണ്ട് പാരച്യൂട്ട് വെച്ച് ചാടി ജമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. മെറിന് എന്തെങ്കിലും വേണ്ടോ? എനിക്ക് സമാധാനത്തില് കുറച്ച് ലോകം കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അതെ, ട്രാവൽ ചെയ്യുക, മ്യൂസിക് ഇതുപോലെ ന്യൂയോർക്ക്, അമേരിക്ക കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി സാധിക്കുമല്ലോ, ഇനി ഏതെങ്കിലും പടം വരുവാണെങ്കിൽ അമേരിക്ക ഷൂട്ട് വെച്ച പോലെ പോവാല്ലേ? പറയാൻ പറ്റത്തില്ല, ഇനി ചിലപ്പോ അടുത്ത പറയുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫിൻലൻഡ് സിനിമയുടെ ഷൂട്ടിനോട് പോകാൻ പറ്റി. ഏറ്റവും കൂടെ നന്നായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധിക്കുമെന്നാണ്. അതായത് നമ്മളൊരു കാര്യം അത് നടക്കണം, അത് എനിക്ക് കിട്ടണം നല്ലോണം ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കും. അതന്നെ, ചിലപ്പോ ആ കാര്യം കറക്റ്റ് കേട്ടോ. ചിലപ്പോ എന്ന് പറഞ്ഞ കറക്റ്റാ.
ചിലപ്പോൾ അത് നടക്കും. അങ്ങനെ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്, ചെറുപ്പറൊക്കെ നടന്നിട്ടില്ല. അതാണ്. അത് മാത്രമേ ഉള്ളൂ, ആലോചന മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. ഇപ്പം നമ്മുടെ സിനിമ തിയേറ്ററിൽ റിലീസ് ആയിക്കാണ്, നല്ല രീതിയിൽ എല്ലായിടത്തും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക അഭിപ്രായം പറയാം. കൂടുതൽ. നമുക്ക് എങ്ങനെ നിങ്ങളൊന്നും അങ്ങനെ വന്ന് കണ്ട് അഭിപ്രായം പറയുക. അപ്പോൾ എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നങ്ങൾ നടക്കട്ടെ, എല്ലാവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഇനി ഇതിന്റെ വിജയാഘോഷത്തിന് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ സാധിക്കട്ടെ. ഇനി ഒരുപാട് പടങ്ങളിൽ നമുക്ക് ഇന്റർവ്യൂസ് ഇനിയും കാണാൻ സാധിക്കട്ടെ. അപ്പം നിങ്ങളുടെ പടം വിജയിക്കട്ടെ ഞങ്ങൾ ആശംസിച്ച് ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ അമ്മേ.